എന്നാൽ ഇവിടെ മാലിനി അവരുടെയെല്ലാം നേർക്ക് നോക്കിയതിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. നമ്പ്യാർ തന്നോട് പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞു നിൽക്കുന്ന മറ്റുള്ളവരുടെയെല്ലാം തന്നോടുള്ള റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ അവരെ ശ്രദ്ധിച്ചത്. ഈ സമയം നമ്പ്യാർ മാലിനിയോട് ചോദിച്ചതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും നമ്പ്യാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിൽക്കുന്ന മാലിനിയെ ശ്രദ്ധിച്ചു നിൽക്കുന്ന വന്ദനയിൽ നിന്നും അതുവരെ തൻ്റെ മനസ്സിൽ അടക്കി നിർത്തിയിരുന്ന സങ്കടവും മാലിനിയോടുള്ള ദേഷ്യവും അണപൊട്ടി ഒഴുകി. അതിൻ്റെ ഭാഗമായി അവൾ മാലിനിയുടെ നേർക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് തുടർന്നു. അപ്പു എൻ്റെ കുഞ്ഞാണ്, ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ കുഞ്ഞ്. അല്ലാണ്ട് മാലിനിയേട്ടത്തിയുടെ മുന്നിൽ കുഞ്ഞിൻ്റെ അവകാശവുമായി വന്ന ഏതോ ഒരു സ്ത്രീ പറയുന്നതല്ല സത്യം. ഏട്ടത്തിക്ക് പണം ആവശ്യമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യം എന്നോട് പറയാമായിരുന്നില്ലേ? രമേശ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിത്തരുമായിരുന്നല്ലോ പണം എത്ര വേണമെങ്കിലും. അല്ലാതെ ഈ വീടിനെയും ഇവിടെയുള്ള ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും നന്നായി അറിയാവുന്ന ഏട്ടത്തി ഇത്തരമൊരു ചീപ്പ് പ്രവൃത്തിക്ക് കൂട്ടുനിന്ന് പണം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ മുന്നിൽ വച്ച് മാലിനിയെ തൊലിയുരിഞ്ഞ് പരിഹസിക്കുന്നു. എനിക്കറിയാം അപ്പു എൻ്റെ കുഞ്ഞു തന്നെയാണ്. തെളിയിക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് വന്ദന മുഖം വെട്ടിച്ച് തിരിച്ച് കുഞ്ഞിനെയും എടുത്ത് അവളുടെ മുറിയിലേക്ക് നടന്നു. വന്ദനയുടെ ഊഴം കഴിഞ്ഞതും അതുവരെ എല്ലാം കേട്ട് നിശബ്ദയായി നിന്ന വാണിയുടെ ഊഴമായിരുന്നു അടുത്തത്. കാരണം ഈ സംഭവത്തിൽ ഇക്കാര്യം അറിഞ്ഞപ്പോൾ മുതൽ വിഷമവും മാലിനിയോട് നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു വാണിക്ക്. കൂടാതെ അതിലുപരി മാലിനിയും ജയകൃഷ്ണനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ വാണിയുടെ മനസ്സിൽ എന്തോ അറിയില്ല മാലിനിയോട് ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. ആദ്യം ഇഷ്ടക്കുറവും പിന്നീട് പലപ്പോഴായി മാലിനിയും വാണിയും തമ്മിലുണ്ടായിട്ടുള്ള തർക്കങ്ങൾ മൂലമുണ്ടായ അടക്കാൻ കഴിയാത്ത ഒരുതരം ദേഷ്യവും വാശിയും ഒക്കെ കൂടി വാണിയുടെ മനസ്സ് ആകെ കലുഷ്യമായ ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാലിനിയെ ശരിക്കൊന്ന് ശകാരിക്കാനും മറ്റുള്ളവർക്ക് മുന്നിലിട്ട് താറടിക്കാനും കിട്ടിയ ഈ ഒരവസരം ശരിക്കും വിനിയോഗിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അവൾ മാലിനിക്ക് നേരെ ചാടി വീണത്. അങ്ങനെ മാലിനിയുടെ നേരെ ചാടി വീണ വാണി മാലിനിയോടായി ആരോടും എന്ത് അഹങ്കാരവും അനീതിയും കാട്ടാനുള്ള ഒരു ലൈസൻസാണോ ഈ വക്കീൽ പണി? എൻ്റെ അറിവിൽ അങ്ങനെയല്ല എന്നാണ്. പിന്നെ നിന്നെപ്പോലെ അഹങ്കാരവും അഹന്തയും കൈമുതലായുള്ളവർക്ക് ഈ പദവി എന്തും ചെയ്യാനുള്ള ലൈസൻസാണല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കുടുംബത്തിന് ഇങ്ങനെയൊരു അവസ്ഥ നേരിടേണ്ടി വന്നത്. ദൈവം പോലും പൊറുക്കാത്ത വലിയൊരു കള്ളം പറഞ്ഞ് നീ ഈ വന്ദനയെ വിഷമപ്പെടുത്തിയപ്പോൾ നീയൊരമ്മയാകാൻ പോകുന്നു എന്ന കാര്യം കൂടി ഓർത്താൽ നന്നേ. കാരണം വന്ദനയുടെ ആ കണ്ണുനീർ വീണ് നിന്റെ കുഞ്ഞിനൊന്നും വരാതെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വാണി മാലിനിയുടെ നേർക്ക് രൂക്ഷമായി നോക്കി നിൽക്കുന്നു. തുടർന്ന് വാണി മാലിനിയോട് പലതും പറഞ്ഞു. അങ്ങനെ വന്ദനയ്ക്ക് മാലിനി അയച്ച സമൻസ് നോട്ടീസിനെതിരെയുള്ള അവർ ഓരോരുത്തരുടെയും പ്രതികാരവും കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും എല്ലാം കേട്ട് തിരിച്ച് മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന മാലിനിയുടെ മുഖത്ത് അപ്പോഴുമുണ്ടായിരുന്നു ആ ഒരു ചെറു പുഞ്ചിരി മായാതെ. അങ്ങനെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മറുപടിയൊന്നും പറയാതെ നിശബ്ദയായി നിൽക്കുന്ന മാലിനി ഒരാളുടെ ഒരു ചെറു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞു. ആ മറുപടി അവൾ നൽകിയത് നമ്പ്യാർക്കായിരുന്നു. കാരണം ആ കേസിനെക്കുറിച്ച് ഇടയ്ക്ക് നമ്പ്യാർ അവളോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്കായിരുന്നു അവൾ മറുപടി നൽകിയത്. അത് ഇങ്ങനെയാണ്: ഓരോ കേസും അത് ഏറ്റെടുത്ത് നടത്തുന്ന വക്കീലിൻ്റെ കൈവശം ആ കേസ് ജയിച്ചാലും തോറ്റാലും കോടതി ആ കേസിന്മേൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ലേ എന്ന കാര്യം നമ്പ്യാർക്കറിയില്ലേ എന്നായിരുന്നു മാലിനി നമ്പ്യാരോട് ചോദിച്ചതും മറുപടി നൽകിയതും. അതോടെ നമ്പ്യാർ മാലിനിക്ക് മുന്നിൽ നിശബ്ദനായി നിന്നു പോകുന്നു. മറ്റുള്ളവർ തനിക്ക് നേരെ തൊടുത്തുവിട്ട ശകാരങ്ങൾക്കും ശാപവാക്കുകൾക്കും മറുപടിയൊന്നും പറയാതെ ചെറിയൊരു പുഞ്ചിരിയോടെ നിന്ന മാലിനി എല്ലാവർക്കും തന്നോടുള്ള ദേഷ്യവും പകയും പറഞ്ഞു തീർന്നു എന്ന് മനസ്സിലാക്കിയതോടെ അവൾ തിരികെ മുകളിൽ അവളുടെ മുറിയിലേക്ക് നടന്നു. ഈ സമയം മാലിനിയെ നോക്കി നിൽക്കുന്ന നമ്പ്യാരൊഴികെ മറ്റുള്ളവരുടെയെല്ലാം മനസ്സിൽ തങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് പേടിച്ചും മാലിനി ചെയ്തത് തെറ്റാണെന്നുള്ളത് അവൾക്ക്
ബോധ്യം വന്നതും കൊണ്ടാണ് തങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടിട്ട് മറുപടിയൊന്നും പറയാതെ നിശബ്ദയായി നിന്നതും തിരികെ പോയതും എന്ന സന്തോഷത്തിലായിരുന്നു അവർ എല്ലാവരും. അതിലല്പം കൂടുതൽ സന്തോഷിച്ചത് വാണിയായിരുന്നു. താൻ പറഞ്ഞതെല്ലാം കേട്ടു നിന്നതല്ലാതെ തിരിച്ചൊരു മറുപടിയും പറയിപ്പിക്കാൻ കഴിയാത്ത വിധം വായടപ്പിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലായിരുന്നു അവൾ. കുറച്ചു നാളുകളായി എല്ലാവരുടെയും മുന്നിൽ മാലിനിയെ ഇതുപോലെയൊന്ന് മുട്ടുകുത്തിക്കാൻ ഒരവസരം കാത്തു നടന്ന വാണിയെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇന്നത്തെ ഈ അവസരം കിട്ടിയതിൽ അവളുടെ സന്തോഷം രണ്ടിരട്ടിയായിരുന്നു. ഒപ്പം ചെമ്പകശ്ശേരിയിലെ മറ്റുള്ളവർക്കു മുന്നിൽ ആ കുടുംബത്തെ സ്നേഹിക്കുന്ന, അനുസരണയുള്ള ഒരു നല്ല മരുമകളും ഭാര്യയും താനാണെന്ന സ്വയം പുകഴ്ത്തുന്ന തരത്തിൽ നിൽക്കുകയാണ് അവളിപ്പോൾ. എന്നാൽ തങ്ങൾ ഓരോരുത്തരും ചോദിച്ചതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും കേട്ട് മറുപടിയൊന്നും പറയാതെ ഒരു ചെറുപുഞ്ചിരിയോടെ മുറിയിലേക്ക് കയറിപ്പോകുന്ന മാലിനിയെ നോക്കി നിൽക്കെ കോടതി മുറിക്കുള്ളിലും പുറത്തു സഹപ്രവർത്തകർക്കിടയിലും സിംഹക്കുട്ടിയെന്നു വിളിപ്പേരുള്ള നമ്പ്യാരുടെ മനസ്സിൽ എന്തോ വല്ലാത്ത അകാരണമായ ഒരു ഭയമാണ് തോന്നിയത്. എന്നാൽ ഇക്കാര്യം അദ്ദേഹം പക്ഷേ മറ്റാരോടും പറഞ്ഞിരുന്നില്ല. ഈ സമയം ജയകൃഷ്ണന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞ ശകാരങ്ങൾക്കും ശാപവാക്കുകളും കേട്ടുനിന്ന മാലിനിയെ സംബന്ധിച്ചു പറഞ്ഞാൽ അവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവൾക്ക് അവരോട് ആരോടും തന്നെ ഒരു വെറുപ്പോ ദേഷ്യമോ തോന്നിയില്ല എന്നതാണ് സത്യം. കാരണം ഈ കേസ് ഏറ്റെടുത്ത നിമിഷം മുതൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന വസ്തുത മനസ്സിലാക്കിയിട്ടാണ് കേസ് ഏറ്റെടുത്തത്. അങ്ങനെയുള്ളപ്പോൾ അവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് അതിൽ വിഷമിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെ അന്നത്തെ ആ ഒരു സംഭവത്തോടെ ചെമ്പകശ്ശേരിയിൽ ഭഗീരഥിയൊഴികെ മറ്റെല്ലാവരുടെയും പ്രധാന ശത്രുവായി മാറി മാലിനി. എന്നാൽ അതിൽ മാലിനിക്ക് വിഷമമൊന്നും തോന്നിയിരുന്നില്ല എന്നു മാത്രമല്ല, മാലിനിയെ സംബന്ധിച്ചു പറഞ്ഞാൽ അവൾ ആ വീട്ടിൽ ആദ്യം വന്നപ്പോൾ അവിടെയുള്ള ഓരോരുത്തരോടും എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതേ നിലപാടിൽ തന്നെയായിരുന്നു ഇപ്പോഴും. ഇതിനിടെ നമ്പ്യാർ മകൾക്കെതിരെ വന്ന കേസിനെക്കുറിച്ച് സ്വന്തമായും കൂട്ടുകാർ വഴിയും ഒരു അന്വേഷണം നടത്തുന്നു. നമ്പ്യാരുടെ ആ അന്വേഷണം പാഴായില്ല. വന്ദനയ്ക്ക് വന്ന കേസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കഴിയുന്നു. അതോടെ ആ കേസിനെക്കുറിച്ച് താൻ അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്പ്യാർ ശരിക്കും ഞെട്ടിപ്പോകുന്നു. കാരണം ഏതാണ്ട് 1.5 വർഷത്തിന്മേൽ കഴിഞ്ഞിരിക്കുന്നു മാലിനിയുടെ കൈകളിൽ ഈ കേസ് വന്നുപെട്ടിട്ട്. സാധാരണ വക്കീലന്മാർ ചെയ്യാറുള്ളതുപോലെ കീഴ്ക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയോ പ്രതിഭാഗത്തെ ഇത് അറിയിക്കുകയോ പോലും ചെയ്യാതെ ഈ കേസിനെക്കുറിച്ച് നന്നായി പഠിക്കുകയും തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് പ്രതിഭാഗത്തെ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം ശരിക്കും പൂട്ടിക്കൊണ്ടാണ് മാലിനി ഇപ്പോൾ വന്ദനയ്ക്ക് ഇങ്ങനെയൊരു സമൻസ് അയച്ചിരിക്കുന്നത് പോലും. മാത്രമല്ല ഈ കേസ് വാദിക്കുന്ന ജഡ്ജിമാർ മുൻപാകെ രഹസ്യമൊഴികൾ പോലും അവൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതോടെ നമ്പ്യാർ കൂടുതൽ ഞെട്ടി. മാലിനി പ്രതിഭാഗത്തെ കാര്യങ്ങൾ നേരത്തെ അറിയിക്കാതെ ഇങ്ങനെയൊരു രഹസ്യക്കളി ചെയ്യുന്നതിന് ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ വക്കീലാണ് നമ്പ്യാർ. താൻ ഏറ്റെടുക്കുന്ന കേസുകൾ ജയിപ്പിക്കുന്നതിനു വേണ്ടി ഏത് വൃത്തികേടുകളും നീചപ്രവൃത്തികളും ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ. ആ നിലയ്ക്ക് ഇവിടെ പ്രതിഭാഗത്ത് നിൽക്കുന്നത് തൻ്റെ മകളും കുഞ്ഞുമാണെന്നു വരുമ്പോൾ അതിൻ്റെ ശക്തിയൊന്നു കൂടും. മാത്രമല്ല സമ്പത്തിൻ്റെ കാര്യത്തിൽ 6-7 തലമുറയ്ക്ക് സുഭിക്ഷമായി കഴിയാനുള്ള സമ്പത്തുള്ള അദ്ദേഹത്തിന് പണം അതൊരു വിഷയമായിരുന്നില്ല. ആ നിലയ്ക്ക് പ്രതിഭാഗത്തിൻ്റെ ഈ വശങ്ങളെല്ലാം മനസ്സിലാക്കിയതുകൊണ്ടാണ് മാലിനി ഇങ്ങനെയൊരു തീരുമാനം എടുത്തതും നടപ്പാക്കിയതും. അതുകൂടി ബോധ്യമായതോടെ നമ്പ്യാർ എന്ന സിംഹക്കുട്ടി മാലിനിക്ക് മുന്നിൽ ശരിക്കും ഞെട്ടിവിറച്ച് നിൽക്കുകയാണിപ്പോൾ.